യാ റസൂലല്ലാഹ് സ്വല്ലൈതു സ്വലവാതൽ ഖംസ് വഅദ്ദൈതു الزകാ വസുംതു റമളാന വഖുംതു ലയാലിയാ മൻ മാത അലാ ഹാദാ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ സ്വല്ലൈതു സ്വലവാതൽ ഖംസ് 5 വക്ത് ഞാൻ കറക്റ്റ് അതിന്റെ സമയത്ത് തന്നെ നമസ്കരിക്കുന്നുണ്ട് നബിയേ വഅദ്ദൈതു الزകാത്ത് എന്റെ ധനത്തിൽ നിന്ന് ഞാൻ സകാത്ത് കൊടുത്തു വീട്ടുന്നുണ്ട് നബിയേ വസുംതു റമളാന റമളാനിൽ നല്ല രീതിയിൽ ഞാൻ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് നബിയേ വഖുംതു ലയാലിയാ രാത്രിയുടെ ഏകാന്തതയിൽ എൻ്റെ ജീവിതം ഞാൻ നമസ്കരിക്കാൻ വേണ്ടി മാറ്റിവെക്കലുണ്ട് നബിയേ. ഇങ്ങനെയെല്ലാം ചെയ്ത് ഈ ലോകത്തോട് ഞാൻ വിട പറഞ്ഞു പോയാൽ മൻ മാത അലാ ഹാദാ യാ റസൂലല്ലാഹ് പിന്നെ എൻ്റെ വാസസ്ഥലം എവിടെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ് ഖാന മഅല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്ദിഖീൻ വശുഹദാ സിദ്ദീഖും ഉമറും ഉസ്മാനും അലിയും കിടക്കുന്നത് പോലെയുള്ള സ്വർഗത്തിലാണ് സ്വഹാബ. ഇത് പറഞ്ഞ ഉടനെ ആ സ്വഹാബ ഒന്ന് ചിരിക്കുകയാ. ആ ചിരി കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ വലാ യഹദ്ദുൻ നളറ അലൈഹിമാ നിന്റെ വീട്ടിൽ നിന്റെ വൃദ്ധയായ ഉമ്മയുണ്ടോ സ്വഹാബ? നിന്റെ പാവപ്പെട്ട ഉപ്പയുണ്ടോ സ്വഹാബ? ഇവരവിടെ ഉണ്ടെങ്കിൽ ഇവരുടെ മുഖത്തേക്ക് നീ വെറുപ്പിന്റെ ഒരു നോട്ടം നോക്കിയാൽ ഇന്നലെ വരെ നീ ചെയ്ത നിന്റെ നിസ്കാരം നിന്റെ റബ്ബിന് വേണ്ട, നിന്റെ സക്കാത്ത് വേണ്ട, നിന്റെ നോമ്പ് വേണ്ട, നിന്റെ ഒന്നും വേണ്ട, റബ്ബത് പൊളിച്ചു കളയുന്നതാ സ്വഹാബ. അതുകൊണ്ട് മാതാപിതാക്കളെ വിഷമിപ്പിക്കരുതേ, അവർക്ക് ഗുണം ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി.